അപ്പൊ ആർത്തിനെ പറ്റി പറഞ്ഞുതരാം. എനിക്ക് ആർത്തിയാണ് പൈസ പറ്റിയിട്ടെന്ന് പറഞ്ഞ ആൾക്കാരടുത്ത് പറയണ ഞാൻ, എനിക്ക് എവിടെ ആർത്തി, ഇപ്പൊ നിങ്ങൾ പറയാം എനിക്കവിടെ ആർത്തി, എനിക്ക് കിട്ടിയ പൈസ കൂടെ കൂട്ടിയിട്ട് തിരിച്ചിട്ട് കൊടുക്കാണ് ഞാനവിടെ ചെയ്തിട്ടുള്ളത്. ഈ പൈസ ഇട്ട് തന്ന ആൾക്കാർക്കാണ് ആർത്തി, അല്ലാണ്ട് എനിക്കല്ല. ഇപ്പൊ ചില ആൾക്കാർ പറഞ്ഞു ഞാൻ പാവങ്ങളെ പറ്റിച്ചു. ഇപ്പൊ ഈ പാവങ്ങൾക്കല്ലേ ആർത്തി അല്ലെ? ഞാൻ ഇവിടെ എന്തെങ്കിലും കാട്ടിയിട്ടുണ്ടോ? ഞാൻ എന്റെ കയ്യിലുള്ള പൈസ അവർക്ക് ഇരട്ടിയായിട്ട് കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. ഞാൻ എന്താ പറഞ്ഞത്? വിഷു കൈനീട്ടം ഇട്ട് തന്നോളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. 1 രൂപ പോരെ വിഷു കൈനീട്ടം? 1 രൂപ പോരെ? മല്ലു ഫാമിലിയിലെ സുജിൻ അങ്ങനെ ന്യായീകരണമായിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഈ ഒരു വിഷയം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് ഈ കഴിഞ്ഞ വിഷുവിന് നമ്മുടെ മല്ലു ഫാമിലിനകത്ത് സുജിൻ എന്ന് പറഞ്ഞ ആ പുള്ളിക്കാരനാണെങ്കിൽ ഒരു പോസ്റ്റ് അങ്ങനെ ഇട്ട്, അതായത് ഈ QR കോഡ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവം ഇട്ട്, എന്നിട്ട് ഇതിനകത്തേക്ക് വിഷു കഴിഞ്ഞിട്ട് ഇട്ടോ എന്നൊക്കെയുള്ള രീതിക്കിട്ട്. അപ്പൊ ആ ഒരു ഈ സംഭവം ഇട്ടപ്പോഴത്തേക്ക് ആരെയും മൈൻഡ് ചെയ്യില്ല. പക്ഷേ പുള്ളി അതിനകത്തേക്ക് പൈസ ഇട്ട് കൊടുത്ത കുറച്ച് പേർക്ക് ഡബിൾ ആയിട്ട് പൈസ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അപ്പൊ ഈ ഒരു സാധനം കണ്ടപ്പോഴത്തേക്കും കുറെ പേര് ഡബിൾ ആയിട്ട് കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട് ആ പുള്ളിക്ക് പൈസ ഇട്ട് കൊടുത്തു. അല്ലാണ്ട് പുള്ളിനോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല. അപ്പൊ അങ്ങനെ ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും അവരുടെ എല്ലാവരെയും പൈസ മേടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് നൈസായിട്ട് ഇനി പൈസ ചോദിച്ചാൽ ആരും വരണ്ട, ഞാൻ ഇനി അടുത്ത വിഷുവിന് കാണാം എന്നുള്ള രീതിക്ക് പുള്ളി അങ്ങോട്ട് പോയി. അപ്പൊ ഈ ഒരു സംഭവം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തട്ടിപ്പ് എന്ന് തന്നെ പറയാം പൈസയുടെ. അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടിയാണ് പുള്ളിക്കാരൻ കാണിച്ചത്. അതായത് പുള്ളിനെ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കല്, അത്രയാണ് പുള്ളി കാണിച്ചത്. അപ്പൊ ഈ ഒരു സംഭവം കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അടക്കം അതിനെ വിമർശിച്ചൊരു വീഡിയോ കിട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു സംഭവത്തിനകത്ത് പുള്ളിയുടെ ന്യായീകരണമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട്, ഞാൻ മാത്രമല്ല. ഇൻസ്റ്റാഗ്രാമിലുള്ള ആൾക്കാർ ഒട്ടുമിക്ക, ഞാൻ ഒരു വ്യക്തിയും പേരെടുത്ത് പറയുന്നില്ല, ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും വിഷു കൈനീട്ടം പോന്നോട്ടെ, കിട്ടിക്കോട്ടെ, 27 സക്കാത്ത് പോന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് QR കോഡ് എല്ലാവരും ഇടുന്നുണ്ട്, ഞാനും ഇടുന്നുണ്ട്. അതിൽ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എനിക്ക് ഇങ്ങോട്ട് പൈസ ഇട്ടുന്ന അതിന്റെ ഇരട്ടിയായിട്ട് അങ്ങോട്ട് തിരിച്ചു തരാമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ നാവുകൊണ്ടോ ഞാൻ എഴുതിയിട്ടോ എവിടെ ഇട്ടിട്ടില്ല. ഓക്കെ, അതിന്റെ സ്ക്രീൻഷോട്ട് നമ്മൾ അറിയാത്ത ആൾക്കാർക്ക് കൊണ്ട് പറഞ്ഞുതരാം. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഡിലീറ്റ് ചെയ്താലോ അല്ലെങ്കിൽ 24 മണിക്കൂർ കഴിഞ്ഞാലും ആ ഒരു സ്റ്റോറി നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് പോവില്ല. അതറിയുന്ന ചിലർ പറയുന്നത് ഞാൻ പൈസ ചോദിച്ചു വാങ്ങിയാണെന്ന്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് പറഞ്ഞത് അത് അറിയാത്ത ആൾക്കാർക്ക് ഞാൻ സ്റ്റോറി കാണിച്ചപ്പോൾ യൂട്യൂബിലെ ആൾക്കാർക്ക് കണ്ടിട്ടുണ്ടായിരിക്കില്ല. ഞാൻ ഇവിടെ കൊടുത്ത സ്റ്റോറി എന്താണെന്ന് അതൊന്ന് കണ്ടോക്കി നോക്കാം. ഓക്കെ, ഒന്ന് കണ്ടോക്കി കണ്ടോ. ഇതാണ് ഞാൻ കൊടുത്ത ആ ഒരു സ്റ്റോറി. ഈ സ്റ്റോറിയിൽ എവിടെ ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് പൈസ ഇങ്ങോട്ട് ഇട്ട് തന്നു കഴിഞ്ഞാൽ ഇരട്ടിയായിട്ട് തിരിച്ച് അങ്ങോട്ട് തരാമെന്ന്. ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാരുടെ അടുത്താണ് ഞാൻ പറയുന്നത്. വിഷുവിന് ഇപ്പൊ കഴിഞ്ഞ കൊല്ലം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ QR കോഡ്, അത് ഞാൻ ഇവിടെ കൊടുക്കുക, കണ്ടോക്കി നോക്കുക. ഓക്കെ, ഇതേപോലെ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ആരെങ്കിലും ഫോളോ ചെയ്യേണ്ടത് എനിക്കറിയില്ല. ഒട്ടുമൊക്കെ എല്ലാവരും മറ്റേ QR കോഡ് കൊടുത്തിട്ട് വിഷു കൈനീട്ടം ഇട്ടോളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും QR കോഡ് ഇടുന്നുണ്ട്. എല്ലാവരും കിട്ടുന്ന പൈസ വാങ്ങി കയ്യിൽ വെക്കുക ചെയ്തുള്ളൂ. എല്ലാവരും. എനിക്ക് വേണമെങ്കിൽ കിട്ടുന്ന പൈസ വാങ്ങി കയ്യിൽ വെക്കായിരുന്നു. ഞാൻ കാട്ടിയ ഒരു തെറ്റെന്താണെന്നറിയോ? എനിക്ക് ഇങ്ങനത്തെ പൈസ കിട്ടിയപ്പോൾ 1 രൂപ ഇട്ട ആൾക്ക് 2 രൂപ തിരിച്ചിട്ട് കൊടുത്തു, 500 രൂപ ഇട്ടുന്ന ആൾക്ക് 1000 രൂപ തിരിച്ചിട്ട് കൊടുത്തു. അതാണ് ഞാൻ കാട്ടി തെറ്റ്. എന്ത് മനസ്സിലായി? നല്ലത് ചെയ്യാൻ പാടില്ല, അപ്പോൾ അത് നമുക്ക് വള്ളിയായിട്ട് വരും. അത് ശരിക്കും എനിക്കിപ്പോൾ മനസ്സിലായി. ഇപ്പോഴെന്നല്ല, കുറച്ച് അതായിട്ട് ഞാൻ അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ വീണ്ടും അതെന്നെ മനസ്സിലാക്കി തന്നു. ഞാൻ ഒരുപാട് ആൾക്കാർക്ക് പൈസ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക്, ഇഷ്ടംപോലെ ആൾക്കാർ അതിന്റെ ആവശ്യം ഉണ്ടാവില്ല. സത്യം പറഞ്ഞാൽ എന്റെ കയ്യിലുള്ള എനിക്ക് കിട്ടിയ പൈസ വാങ്ങി കയ്യിൽ വെച്ചിട്ട് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. ഞാൻ കാട്ടി ഏറ്റവും തെറ്റാണ്. ഇങ്ങോട്ട് ഒരാൾ 100 രൂപ ഇട്ടപ്പോൾ തിരിച്ചു റിട്ടാൻ 200 രൂപ ഇട്ട് കൊടുത്തു. അതാണ് ഞാൻ കട്ടി തെറ്റ് ഗൈസ്. അറിയാത്ത ആൾക്കാരെ പറയുന്നത് അതാണ് ഞാൻ കട്ടി തെറ്റ്. സുജിനെ, നീ കാണിച്ച തെറ്റ് ഇതല്ല. അതായത് ഇങ്ങോട്ട് കിട്ടിയ പൈസ അങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കുക, അതായത് ഇപ്പൊ ഡബിൾ ആക്കി തിരിച്ചിട്ട് കൊടുത്തത് അതല്ല നീ കാണിച്ച തെറ്റ്. എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ സുജിൻ ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ ഈ ഒരു സുജിന്റെ ഈ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതായിട്ട്, അതായത് ഇപ്പൊ എനിക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അതല്ല, അതായത് അത്രയും നിഷ്കളങ്കമായ മനസ്സോടെ ചെയ്തൊരു കാര്യം കിട്ടുമെന്ന് എനിക്കത് തോന്നിയില്ല. കാര്യം ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതറിഞ്ഞിട്ട് ഒരുപാട് പേര് ഇനിയും പൈസ ഇട്ട് തരും. അതേപോലത്തെ കുരുട്ട് ബുദ്ധി വെച്ചിട്ട് ഇട്ടതാണ് ആ ഒരു സംഭവം എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഞാൻ പറയില്ല സുജിൻ അത് ഭയങ്കര നിഷ്കളങ്കമായിട്ട് ഇട്ടതാണ്. കാര്യം സുജിനാണ്. നമ്മളിപ്പോൾ നോക്കണമെങ്കിൽ സുജിന്റെ പാസ്റ്റിനകത്തുള്ള കുറേ സംഭവങ്ങൾ തന്നെ ഇപ്പൊ ഇവരുടെ മറ്റേ ഞങ്ങൾ ഇപ്പോൾ ഡിവോഴ്സ് ആവും എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സീരീസ് ഒക്കെ ഉണ്ടല്ലോ, പൊന്നൂസ് പിണങ്ങി പോണ ആ ഒരു സാധനമൊക്കെ, ആ ഒരു സാധനത്തിനകത്ത് തന്നെ നമുക്ക് ഊഹിക്കാവുന്നതാണ് സുജിന്റെ ബുദ്ധി എന്തോരം ഉണ്ടെന്ന്. അപ്പൊ അത്രത്തോളം ബുദ്ധിയുള്ള ഒരാൾ ഒരിക്കലും ഇത്രയും നിഷ്കളങ്കമായിട്ട് ഞാൻ ഒന്നും ചിന്തിക്കാണ്ട് ഞാൻ അവർക്ക് 1 രൂപ ഇട്ടാക്കി ഞാൻ 2 രൂപ ഇട്ട് കൊടുത്തു, ഇത്രയും ഞാൻ ചെയ്തുള്ളൂ, ഇതിനെന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല സുജിനെ ഇത് കണ്ടിരിക്കുന്ന ആൾക്കായിരുന്നു. ബാക്കിയും കൂടെ കണ്ടുപോക്കാം. ഇപ്പൊ ചില ആൾക്കാർ പറയുന്നുണ്ട് എനിക്ക് പൈസയ്ക്ക് ആർത്തിയാണ്, എനിക്ക് ഇതാണ് ഞാൻ പാവങ്ങളെ പറ്റിച്ച് ജീവിക്കാണ്. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് എവിടെ ആർത്തി? എനിക്ക് ആർത്തി ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കയ്യിലുള്ള പൈസ ഒരാൾക്കും കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ല. എനിക്ക് കിട്ടുന്ന പൈസ എന്റെ കയ്യിൽ വാങ്ങി എനിക്ക് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. എനിക്ക് കിട്ടുന്ന പൈസ വാങ്ങി എനിക്ക് മിണ്ടാതിരുന്നാൽ മതി. ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ റിട്ടിട്ട് കൊടുത്തന്നെ ഇരട്ടി റിട്ടം ഞാൻ പൈസ ഇട്ട് കൊടുക്കുന്നതാണ്. എനിക്കാണ് നഷ്ടം, അല്ലാണ്ട് നിങ്ങൾക്കല്ല. ഇപ്പൊ അവിടെ ഞാൻ വേറെ കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ആളുകൾ മറ്റേ പറഞ്ഞു എനിക്ക് ആർത്തിയാണെന്ന്. ഇപ്പൊ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ കുറച്ച് പേര് കമന്റ്സ്, ഇപ്പൊ ചില ആൾക്കാർ പറ്റില്ല, ചില ആൾക്കാർ പറയുന്നത് മറ്റേ അവിടെ വീഡിയോ കണ്ടു വന്നാൽ ആ വീഡിയോ ഇട്ട ആൾക്കാർക്കുള്ള മറുപടി ഞാൻ നാളെ പറയട്ടെ. വ്യക്തമായിട്ടുള്ള ഒരു റീസൺ ഞാൻ നാളെ പറയാം. അപ്പൊ ആർത്തിനെ പറ്റി പറഞ്ഞാൽ എനിക്ക് ആർത്തിയാണ് പൈസ പറ്റിയിട്ടെന്ന് പറഞ്ഞ ആൾക്കാരടുത്ത് പറയണ ഞാൻ, എനിക്ക് എവിടെ ആർത്തി? ഇപ്പൊ നിങ്ങൾ പറയാം എനിക്കവിടെ ആർത്തി, എനിക്ക് കിട്ടിയ പൈസ കൂടെ കൂട്ടിയിട്ട് തിരിച്ചിട്ട് കൊടുക്കാണ് ഞാനവിടെ ചെയ്തിട്ടുള്ളത്. ഈ പൈസ ഇട്ട് തന്ന ആൾക്കാർക്കാണ് ആർത്തി, അല്ലാണ്ട് എനിക്കല്ല. ഇപ്പൊ ചില ആൾക്കാർ പറയുന്നത് ഞാൻ പാവങ്ങളെ പറ്റിച്ചു. ഇപ്പൊ ഈ പാവങ്ങൾക്കല്ലേ ആർത്തി അല്ലെ? ഞാൻ ഇവിടെ എന്തെങ്കിലും കാട്ടിയിട്ടുണ്ടോ? ഞാൻ എന്റെ കയ്യിലുള്ള പൈസ അവർക്ക് ഇരട്ടിയായിട്ട് കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. ഞാൻ എന്താ പറഞ്ഞത്? വിഷു കൈനീട്ടം ഇട്ട് തന്നോളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. 1 രൂപ പോരെ വിഷു കൈനീട്ടം? 1 രൂപ പോരെ? എന്തിനാണ് 100 രൂപയും 150 രൂപയും 1000 രൂപ കിട്ടത്? അതെന്തിനട്ടത്?
അപ്പോൾ ആർക്ക് ആർത്തി. ഇപ്പം ഞാൻ പിന്നെ പറയാണ്, ഇതിൽ തെറി പറയാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ഞാൻ പറയുന്നതിന്റെ പോലും മനസ്സിലാവില്ല, അവരെന്നെ തെറി മാത്രമേ പറയുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ തെളിവ് സാധനം കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരിക്കലും എനിക്ക് പൈസ ഇട്ടുന്ന ഇരട്ടിയായിട്ട് പൈസ തിരിച്ചു തരാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ വിഷു കഴിഞ്ഞിട്ട് ഇട്ട് തന്നോട്ടെ എന്ന് മാത്രമേ പറഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു എൻ്റെ QR കോഡും അതുപോലെ തന്നെ അത് എഴുതി വെച്ചിട്ടുള്ളത് ഞാൻ ഇട്ടിട്ടുള്ളൂ. ഞാൻ ഒന്നൊരു മനസ്സിലേക്ക് കൂടെ കാണിച്ചു തരാം, അത് ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ വേറൊന്നും ഞാൻ കാട്ടിയിട്ടില്ല, ഞാനൊരു തെറ്റും കാട്ടിയിട്ടില്ല. അതിന് പിന്നെ ഇതിനെപ്പറ്റി അറിയാൻ ആൾക്കാരാണോ ഒന്നും എനിക്കറിയില്ല. നമ്മളെ UPI എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്, അത് ലിമിറ്റ് കഴിയുക, ബ്ലോക്ക് ആവുക. എൻ്റെ അക്കൗണ്ട് ഇന്നലെ വൈകുന്നേരത്താണ് റെഡി ആയിരുന്നത്, കാരണം ബ്ലോക്ക് ആവുക. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഞാൻ മാത്രമല്ല, ഇപ്പം ഞാൻ തൊട്ട് പറഞ്ഞു ആർത്തിനെ പറ്റി പറഞ്ഞു. വിഷു കഴിഞ്ഞിട്ട് ഉറുപ്പ് കിട്ടുന്ന പോലെ എന്തിനാണ് 100, 200, 500, 1000 കിട്ടുന്നത്? അപ്പൊ അവർക്കെല്ലാം ആർത്തി, അവർക്ക് ഇരട്ടി കിട്ടണം എന്ന് വിചാരിച്ചവർ ഇട്ടത്. ഇപ്പൊ എങ്ങനെ ഇരിക്കണം, വാദി പ്രതിയായി ഇവിടെ. അതായത് ഇപ്പൊ സുജിനോടുള്ള വിശ്വാസം കൊണ്ട് ഇവൻ ഇട്ടുകൊടുത്ത, അതായത് ഇവൻ തിരിച്ചു തരുമല്ലോ, ഇരട്ടിയാക്കി തിരിച്ചു തരുമല്ലോ എന്നൊക്കെ ഓർത്ത് ഇട്ടുകൊടുത്ത ആൾക്കാരായി ഇപ്പൊ ഉത്തരവാദികൾ. അതായത് ഇപ്പൊ ഈ ഒരു സംഭവം നമ്മൾ നോക്കണമെങ്കിൽ പൈസ എന്ന് പറഞ്ഞ ആ ഒരു സാധനത്തിനോട് ആർത്തിയുള്ളവർ തന്നെയാണ് എല്ലാവരും. അതായത് ഇപ്പൊ ഞാനടക്കം എല്ലാവരും ഇപ്പൊ എല്ലാവരും പറയും ഞങ്ങൾക്ക് പൈസ ഒന്നും വേണ്ട, ഇത് മാത്രം മതി, ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മതി, പൈസ വേണ്ട. പൈസ ഇല്ലാണ്ട് നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പൈസ ഇല്ലാണ്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ പൈസ വേണം. അപ്പൊ ആ ഒരു പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എവിടെന്നെങ്കിലും പൈസ കിട്ടാന്ന് പറയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ആൾക്കാർ അങ്ങോട്ട് അട്രാക്ട് ആവും. അതിന് പാർട്ടി എന്ന് വിളിച്ചാൽ അങ്ങനെ. ഇപ്പൊ ഈ സുജിനടക്കം പൈസക്ക് ആവശ്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സുജിന അന്നൊക്കെ മറ്റേ നെഗറ്റീവ് തമ്മിലൊക്കെ ഉണ്ടാക്കി വ്യൂസ് ഉണ്ടാക്കി? അത് ഈ പൈസക്ക് വേണ്ടി തന്നെയല്ലേ? അപ്പൊ പൈസക്ക് വേണ്ടി ആർത്തി ഇല്ലാത്ത ആളാണ് ഞാൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര രീതിക്ക് പുണ്യാളനാവാനായിട്ട് സുജിനോട് ശ്രമിച്ചിട്ടിരിക്കേണ്ട. അതൊന്നും എനിക്ക് അത്ര ഭയങ്കര വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കണ്ടിപ്പോ പൈസ ഇട്ട ആൾക്കാരെയാണ് പുള്ളിയോടെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുന്നത്. അവർക്കല്ലേ ആർത്തി, പാവങ്ങൾ എന്ന് പറഞ്ഞ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കല്ലേ ആർത്തി. അത് നാണമില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും ഉളുപ്പില്ലാത്ത, അതായത് അത് കഴിഞ്ഞിട്ടൊരു മറ്റേ സ്റ്റോറിയൊക്കെ ഇട്ടായിരുന്നല്ലോ, ഇനി ആരും ഇത് ചോദിച്ചു വരണ്ട, ഇനി അടുത്ത വിഷുവിന് കാണാന്നൊക്കെ പറഞ്ഞിട്ട്. അതൊന്നും അപ്പൊ ഇനി ടാറ്റ ബൈ ബൈ പറഞ്ഞു പോണ സംഭവം അല്ലായിരിക്കും അത്. അതായത് പൈസ ഇട്ടവരൊക്കെ മണ്ടന്മാരെ ആക്കിയ സംഭവം അല്ലായിരിക്കും ആ ഒരു സ്റ്റോറി ഒന്നും. എന്ത് വർത്താനാണ് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്നത്? ഞാൻ പറയും, ഇപ്പോഴും ഞാൻ ആ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ സാധനം തന്നെ ഞാൻ വീണ്ടും പറയും. അതായത് പിച്ചെടുത്ത് ജീവിക്കുന്നതാണ് ഇതിൽ നല്ലത്. കാര്യം നമ്മൾ അത്രയും വിശ്വസിക്കുന്നവരെ പറ്റിച്ചിട്ട് അവരുടെ പൈസ മേടിച്ച് തിന്നണേലും വേറെ പിച്ചെടുക്കാൻ തന്നെയെന്നേ ഞാൻ പറയുള്ളൂ. ഇനി ഈ ഒരു സംഭവമൊക്കെ ഉണ്ടായപ്പോഴത്തേക്കും മെയിൻ ആയിട്ട് തന്നെ ഡ്രീം റൈഡർ എന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കാരൻ, ഈ സുജിന തന്നെ പഴയ ഒരു ഫ്രണ്ടായിട്ടുള്ള പുള്ളിയാണ് ഈ ഒരു സംഭവത്തിനകത്ത് കുറെ വോയിസും കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടത്. അപ്പൊ ആ ഒരു പുള്ളീനെ കുറ്റപ്പെടുത്തിയിട്ട് ഇനി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഇതിപ്പോ ഞാൻ കാര്യം പറയാം, അവനിപ്പോ ഈ ഒരു ഇന്നലെ ഒരു വീഡിയോ ഇട്ടുണ്ട്. അത് ഇനി കണ്ടാ പറയോ, ഇനി ഇന്ത്യ ഈ ഒരു വീഡിയോ കണ്ടിട്ട് അവൻ ഇതിൽ ബദല് നാളെ ഉറപ്പായിട്ടും എന്നെ പറ്റിയിട്ട് നാളെ വേറെ വീഡിയോ ചെയ്യും. അപ്പോൾ അവന്റെ കണ്ടന്റായി. പിന്നെ അത് പറ്റിയത് ഞാൻ പറ്റിയത് കണ്ടന്റാവും. അപ്പോൾ ഞാൻ വെറുതെ അങ്ങനത്തെ ഒരു ചെയിനായിട്ട് പോകേണ്ട, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണം വിചാരിച്ചിട്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടപ്പോൾ ഞാൻ മിണ്ടാതിരുന്നത്. കാരണം എനിക്ക് വേണമെങ്കിൽ അന്ന് തന്നെ വീട്ടിൽ പറയായിരുന്നു. അന്ന് കുറെ ആൾക്കാർ കമന്റ് ഉള്ളത് അതിന്റെ പറയുക വെച്ച്. പക്ഷേ അപ്പോൾ ഇന്നെ കുറെ പേര് കുറ്റപ്പെടുത്തുന്നുണ്ട്, മറ്റേ സുജിൻ വലിയ ആളാണ്, ഇപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചേതാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറെ പേര് കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും മിണ്ടാതിരുന്നു. കാരണം നമ്മൾ വെറുതെ ഞാനായിട്ട് ഇതിനോട് ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അവൻ പറയും നല്ല സുഹൃത്തായിരുന്നു, അവനത് വാല്യൂ ഇല്ല, അങ്ങനെയില്ല ചപ്പശ്ശേരി എന്ന് പറയും, വിളിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറെ വർത്തമാനങ്ങൾ പറയുന്നുണ്ടായിരുന്നു, മറ്റേ ഇതിനെ പറ്റി കുറ്റൊക്കെ പറഞ്ഞു. അപ്പോൾ അന്ന് കുറെ പേര് അതിനെ പറ്റി പറഞ്ഞു. ഇപ്പോൾ അവൻ അന്ന് വീഡിയോ ഇട്ടതിനെ പറ്റിയിട്ട് ബദലായിട്ട് ഞാൻ പറയുകയാണ്. സബ്സ്ക്രൈബ് ആയിട്ടുള്ള ആൾക്കാർ നേരെ ശ്രദ്ധിക്കാട്ടോ പറയുന്നത്. നല്ല ബന്ധമായിരുന്നു, കുറച്ച് കഴിഞ്ഞ് അങ്ങനെയായി. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചായിട്ട് ഞാനും അനുവും തമ്മിൽ ഒരു കോൺടാക്റ്റും ഇല്ല, ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞാൽ അവന് ഞാനും തമ്മിൽ ഒരു ബന്ധമില്ല. കാരണം അവന്റെ കാര്യങ്ങൾ നോക്കി അവിടെ ഞാനിവിടെ നമ്മൾ ഒരു കോൺടാക്ട് എനിക്ക് തോന്നുന്നു വിളിച്ചിട്ടേ ഇല്ല. ഞാനും അവന് തമ്മിൽ വിളിക്കാറില്ല. എനിക്ക് തോന്നുന്നു ചിന്നും പൊന്നൂസും തമ്മിലായിട്ട് എന്തൊക്കെ അങ്ങോട്ട് നോർമലായിട്ട് എന്തൊക്കെ സംസാരിക്കില്ലാതെ വേറെ ഒരു ബന്ധം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നില്ല. ഈ ഒരു നവംബർ മാസത്തിൽ നമ്മൾ ഇഷ്യൂ നടന്നു, പൊന്നൂസ് ഞാൻ പഠിച്ചൊരു പ്രശ്നങ്ങൾ നടന്നു. ആ ഒരു സമയത്ത് അവൻ എനിക്ക് വിളിച്ചു. അതിന് മുന്നേ ഞാൻ കാര്യം പറഞ്ഞുതരാം, എത്രയോ വട്ടം അവനിവിടെ ചിന്നുവിന്റെ വീട്ടിലേക്ക് വരുന്നതും, കോഴിക്കോടാണ് ചിന്നുവിന്റെ വീട്, അറിയാത്ത ആൾക്കാർക്ക് പറയുന്നത് നമ്മൾ പെൺകുട്ടിയെ പോലെ തന്നെയാണ്. അപ്പോൾ ചിന്നുവിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്, അവനുള്ളപ്പോൾ തന്നെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന്റെ കോഴിക്കോട്ടേക്ക് അവൻ എത്രയോ വട്ടം അറിയാലോ. കുഞ്ചൂസിന്റെ വീട് അമ്പലപ്പുഴ റോഡ് സൈഡിലാണ്, റോഡിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ ഇതേപോലെ നമ്മളെ മെയിൻ റൂട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങാനുള്ളൂ. ആ റോഡിന്റെ മുന്നിൽ കൂടെയാണ് അനുബ്രോ മറ്റേ കോഴിക്കോട്ടേക്ക് വരുന്നത്. മനസ്സിലാക്കണം, വേറെ വഴിയില്ല. അവളുടെ വീടിന്റെ മുന്നിൽ കൂടെ പകലും അല്ലെങ്കിൽ നല്ല സമയത്തൊക്കെ അതിന്റെ മുന്നിൽ കൂടെയാണ് കോഴിക്കോട്ടേക്ക് അവൻ വരുന്നത്. ഓക്കെ, അപ്പോഴൊന്നും വിളിച്ചിട്ട് ഓക്കെ. അപ്പൊ സുജിനോടെ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞ ഈ ഡ്രീം റൈഡർ എന്ന് പറഞ്ഞ പുള്ളി വീഡിയോ ഇട്ടതെന്ന് പറഞ്ഞാൽ കണ്ടന്റിന് വേണ്ടിയിട്ടാണ്. അതായത് ഞാൻ പറയണതാണ്, അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഇടുന്നത് കണ്ടന്റിന് വേണ്ടിയിട്ടല്ലേ? നിങ്ങൾ ഇതുവരെ ചെയ്തോണ്ടിരുന്ന വീഡിയോസ് ഒന്നും കണ്ടന്റിന് വേണ്ടിയിട്ടല്ലേ? അതായത് എല്ലാവരും വീഡിയോ ഇടുന്നത്, ഞാനടക്കം ഈ വീഡിയോ ഇടുന്നത് തന്നെ കണ്ടന്റിന് വേണ്ടി തന്നെയാണ്. അപ്പൊ അതിനകത്ത് കയറി അങ്ങനെ ഭയങ്കര ഇതായിട്ടൊന്നും പറയണതിൽ എനിക്ക് വലിയ കാര്യം ഉണ്ടെന്നൊന്നും തോന്നല്ല. ഇപ്പൊ ഡ്രീം റൈഡർ പുള്ളിക്കാരന് കുറെ ഇതേപോലത്തെ കാര്യങ്ങളും, അതായത് ഇതേപോലത്തെ മെസ്സേജും അതേപോലത്തെ വോയിസും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും പുള്ളി അത് പുറത്ത് പറഞ്ഞപ്പോഴത്തേക്കും
ആൾക്കാരറിഞ്ഞ്, അതായത് ഈ സുജിന്റെ കള്ളത്തരം ആൾക്കാരറിഞ്ഞ്. അപ്പൊ ആ ഒരു സംഭവം അറിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ തമ്മിൽ ഇപ്പൊ അങ്ങനെ ഫ്രണ്ട്സ് ഒന്നും അല്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത്ര നാൾ ഒരു കണക്ഷൻ ഉണ്ടായില്ല. പക്ഷെ ഈ ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്കുമാണ് അവൻ വീഡിയോ ആയിട്ട് വന്നത്. അപ്പൊ അവന് മുതലെടുക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് വെറുതെ ഇട്ട് വായിട്ട് അടിച്ചിരിക്കുന്നതായിട്ട് മാത്രമേ എനിക്കത് കണ്ടിട്ട് തോന്നണുള്ളൂ. എന്നിട്ട് മറ്റേ ഇവരുടെ അടുത്താണ് വീടിന്റെ അതിൽ കൂടെ പോണ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വെറുതെ അതായത് പുള്ളി ചെയ്ത ഒരു തെറ്റിനാ ഒരു ഉടായ്പ് കാണിച്ച് ഈ ഒരു കള്ളം മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 1000 ഈ സംഭവം പറയുമെന്ന് പറയില്ല, അതേപോലത്തെ ഒരു പരിപാടിയായിട്ടാണ് എനിക്കിപ്പോൾ തോന്നിയത്. അപ്പൊ എന്താണെന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോ കമന്റ് ആയിട്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മീശ പോയതിനെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ മീശ എന്ന് വേണമെങ്കിൽ മൂക്കിന്റെ താഴെയുള്ള രോമം എന്നൊക്കെ പറയാം. അപ്പൊ അത് പോയി അത് പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ